നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ വന്ന കാട്ടാനക്കലി അതിൻ്റെ ഈ വാർത്തകളെ 3 ഭാഗമായിട്ടൊന്ന് മാറ്റുകയാണെങ്കിലാണ് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ കാട്ടാനക്കലി എന്നുള്ളതിന് ശേഷം വനപാലകരുടെ ജാഗ്രതക്കുറവിൽ പൊലിഞ്ഞത് വീട്ടമ്മയുടെ ജീവൻ. പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മലപ്പുറത്തെ 42ാമത്തെ രക്തസാക്ഷി. ഇത് 42ാമത്തെ ആളാണ് ഈ കാട്ടാനകളുടെ ആക്രമണത്തിൽ ഈ ഒരു മരണപ്പെട്ട കല്യാണിയമ്മ എന്ന വീട്ടമ്മ. ഇത്തരത്തിലൊരു വലിയൊരു കാട്ടാനശല്യം, അത് നമ്മൾ ഓൾറെഡി പല ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വന്യമൃഗശല്യം അടക്കമുള്ളവ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഈ ഒരു ഇത്തരത്തിലൊരു വളരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കാട്ടാനകളുടെ ശല്യം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ടുള്ളൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കാട്ടാനകൾ വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ടെൻഡൻസി നാച്ചുറലി അവരുടെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ആനിമൽ പോപ്പുലേഷൻ കൂടുമ്പം ഉണ്ടാവും. സോ ആ പർട്ടിക്കുലർ ആനിമൽ പ്ലാനറ്റിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു രീതിയിലുള്ള ഇപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇവർ കൂടുതലായിട്ട് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. റോജസ്, എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ, ടാപ്പിംഗ് തൊഴിലാളികളടക്കം. എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇതുള്ളതെന്ന് വെച്ചാൽ, അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ടാപ്പിങ്ങിന് പോയ സമയത്ത് അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ആന വന്ന് കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പൊ ഈ കല്യാണിക്കുട്ടിയമ്മയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, കൊച്ചുമകളെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാട്ടാന വന്ന് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് കാട്ടിൽ അധിവസിക്കേണ്ട ആന വീട്ടിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുന്നത് പോലെയാണ് ആന ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നു. സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ ചക്ക പറിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള ശല്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ആളുകളെ കൊല്ലുന്ന വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വനപാലകർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. അതെ, അതിനെ തമാശ രൂപേണ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വനപാലകർ എത്തുന്നത് ആ കാട്ടാന പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് വനപാലകർ ഈ ഒരു സഹായത്തിനായി എത്തുന്നതെന്ന് പലരും ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം ട്രോളിയൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ശരിയാണ്. ഒരു പ്രോപ്പറായൊരു ഇത്തരത്തിൽ മലയോര കർഷകരും അതുപോലെ അത്രയും പാവപ്പെട്ടവരാണ് ഇത്തരത്തിൻ്റെ ഇതിൻ്റെ മെയിൻ വിക്ടിംസ് ആവുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നത്. സോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു നടപടികളോ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനോ ഒന്നും വരുന്നില്ല. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു മേഖല കൂടെയാണ് ഈ വനം വകുപ്പ് അല്ലെങ്കിൽ വനപരിപാലനം എന്നീ കാര്യങ്ങൾ. പക്ഷേ അത് മെയിൻലി ആയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ സംബന്ധിച്ച് ഈ ഒരു വന്യമൃഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവരെ മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു ആവാസ വ്യവസ്ഥിതി ഉണ്ടാക്കാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഈ ഒരു ബഡ്ജറ്റിന്റെ അലോക്കേഷനിൽ എടുത്തു നോക്കിയാൽ, ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അത്തരത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് ഈ കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും നമുക്ക് നോക്കുമ്പോൾ നമ്മൾ വ്യക്തമാകുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു വന്യജീവികളെ ഈ ഒരു മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വരാതിരിക്കാൻ പ്രോപ്പറായിട്ട് ബെൽറ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം വളരെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വൾണറബിൾ ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള എലിഫൻസ് ആണ് ആഫ്രിക്കൻ എലിഫൻസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ആഫ്രിക്കൻ എലിഫൻസിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പം ആഫ്രിക്കയിലെ കെനിയ, ടാൻസാനിയ പോലുള്ള രാജ്യങ്ങളിൽ എലിഫന്റ് കോറിഡോർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കാട്ടാനകൾക്ക് സ്വന്തം പ്രകൃതിദത്ത വഴികളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഇടങ്ങൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെക്ക് ചെയ്ത് അത് പരിശോധിച്ച് ഇറക്കേണ്ടതാണ്. ഇപ്പോൾ ശ്രീലങ്കയിലാണെങ്കിൽ പോലും എലിഫന്റ് അണ്ടർപാസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി വന്നിട്ടുണ്ട്. അതായത് ദേശീയപാതകളിലൂടെ കാട്ടാനകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള പ്രത്യേകം സ്ഥലങ്ങൾ ഒരുക്കി അതിനെ കടത്തിവിടുന്ന ഒരു പദ്ധതിയാണ് അതെന്ന് പറയുന്നത്. അതുപോലെ തായ്ലൻഡിലുള്ള എലിഫന്റ് റീലൊക്കേഷൻ പ്രോഗ്രാം, അത് ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുന്ന കാട്ടാനകളെ തിരികെ വനത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. അത് നമ്മുടെ ഇവിടെയും ആ രീതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലവത്തായിട്ട് അത് കൊണ്ടുപോകുന്നത്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിമാര്, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ വിദേശയാത്രയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തൽ മാത്രമേ ഉള്ളൂ. അത് ഈ ആനയുടെ അല്ലാതെ മറ്റ് ഒന്നുണ്ട്, കടുവ, പുലി തുടങ്ങിയവയുടെ ആക്രമണങ്ങളും മിക്ക സംഭവമായിക്കൊണ്ടിരിക്കുക. ഇവിടെ സാധാരണ നമ്മുടെ മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പറയുന്നത് കടുവ കൊന്നു തിന്നു എന്നാണ്. ഇതിന് ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കടുവ ഒരിക്കലും ഒരാളെ കൊന്നു തിന്നുകയല്ല ചെയ്യുന്നത്, തിന്നുകൊണ്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യൻ കടുവ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗവും കടിച്ചു കീറുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന,
അതെല്ലാം അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ആ വ്യക്തി മരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചാണ് ആ മരണത്തിന് കീഴടങ്ങുക. അപ്പോൾ കൊന്നു തിന്നുക എന്ന് പറയുന്ന പ്രയോഗം തന്നെ എടുത്തു കളയേണ്ടതാണ്. വന്യമൃഗങ്ങൾ ഓരോ മനുഷ്യനെയും തിന്ന് കൊല്ലുകയാണ്. ഇതിൽ നിന്ന് ഒരു മോചനം എന്ന് സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഒരുപാട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പലപ്പോഴും നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നത് പൊതുജനങ്ങളും മലയോരത്തിലുള്ള ആളുകളുമാണ്. ഇപ്പോൾ നയരേഖയൊക്കെ നയരേഖ വനംവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 27-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കാൻ ഉള്ള ഒരു കാലം, ഒരു ടൈം പീരീഡും തന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ജനവാസ മേഖലകളിൽ കാട്ടുപന്നികളടക്കമുള്ള, അത് നമുക്ക് എല്ലാ വന്യമൃഗജീവികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ വരുന്നത്. അതിൻ്റെ ഒരു ജനകീയമായ ഒരു ഉന്മൂലനമാണ് അതിനകത്ത് ഒരു നിർദ്ദേശങ്ങളിലൊന്ന്. പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി സുരക്ഷയും സഹായവും ഒരുക്കും എന്നതിനകത്തൊരു പ്രധാന പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം നമ്മൾ മുമ്പേ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഒരു മലയോര മേഖലകളിൽ ദിനംപ്രതി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം, അതുപോലെ വിളനാശം, വീടുകളുടെ നാശം, ജീവഹാനി, ഇതാണ് മെയിനായിട്ടുള്ള ഈ ഒരു ഗുരുതര പ്രശ്നങ്ങളായിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ അതിലൊരു ഔദ്യോഗിക കണക്കുകൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ 273 തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം വന്യജീവി സംഘർഷ ബാധിത മേഖലകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 30 ഹോട്ട്സ്പോട്ടുകളും 9 തീവ്ര സംഘർഷ മേഖലകളും അതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലൊരു പാക്കേജ് അല്ലെങ്കിൽ ഒരു കരട് നയരേഖ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അഭിനന്ദാർഹമാണ്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, എങ്ങനെ പൊതുജനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പം പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിലും പകരം ഇതുവരെ ഉള്ളതൊക്കെ എന്ത് ചെയ്തു, ഇതുവരെയുള്ള നിയമങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അതിനെ ഗവൺമെന്റ് എന്ത് നിലപാടെടുത്തു അല്ലെങ്കിൽ എത്രത്തോളം എത്തിച്ചു എന്നുള്ള ഒരു ചോദ്യമല്ലേ ശരിക്കും അതിൽ. ഇതിനകത്ത് ശരിക്കും ഒരു വിമർശനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്രമണം ഉണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മന്ത്രി വന്ന് ഒരു ചെക്ക് എഴുതി 10 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം പലപ്പോഴും പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നത് മന്ത്രി എന്ന് പറയുന്നത് ചെക്കിൽ ഒപ്പിടാനുള്ള ഒരു വ്യക്തി മാത്രമാണോ എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓഗസ്റ്റ് 27 വരെയാണ് ഈ കരട് നയരേഖയിൽ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ആളുകൾ ഇത് അറിഞ്ഞു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കരട് നയരേഖ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം നൽകണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ഗവൺമെന്റ് പറയുന്നത് ഇതിനെ വന്യജീവികളെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അന്നേരം നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ വന്യജീവികളും വനവും നാട്ടുകാരും ഒക്കെ ഉള്ളത് കേരളത്തിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവനുള്ളൊരു സംഭവമാണ്. അവിടെയൊക്കെ ഫലപ്രദമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നാണ് ശരിക്കും ഒരു ചോദ്യം. നോട്ട് ദ പോയിന്റ്. ജോയ്സ് പറഞ്ഞ കറക്റ്റാണ്. ലോകം മുഴുവൻ ഉള്ള ഒന്നാണ് ഈ വനം എന്ന് പറയുന്നത്, കേരളത്തിൽ മാത്രമുള്ളതെന്നല്ല. അപ്പോൾ അധികാരികൾ ഈ വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യർ തന്നെ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്.